തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് കൃത്യമായി വ്യക്തമായി സംസാരിക്കുക എന്നത് അസാധാരണമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ അതിൽ പിന്നെ അസാധാരണം എന്ന വാക്കിനോ അസംഭവ്യം എന്ന വാക്കുകൾക്ക് പോലും ഒരു പ്രസക്തിയുമില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 3 കുട്ടികളെക്കുറിച്ച് അവരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹദീസിന്റെ വാചകങ്ങളിൽ ഇങ്ങനെ കാണാം, ലം യതകല്ലം ഫിൽ മഹദി ഇല്ലാ തലാസ. 3 കുട്ടികളല്ലാതെ തൊട്ടിലിൽ കിടന്ന് വ്യക്തമായി കൃത്യമായി അർത്ഥത്തോടുകൂടി സംസാരിച്ചിട്ടില്ല. ആ 3 കുട്ടികളിൽ 2 പേർ ബനൂ ഇസ്രായേലിൽപ്പെട്ട 2 കുട്ടികളാണ്. ആ കുട്ടികൾ സംസാരിക്കാനുണ്ടായ സാഹചര്യവും മറ്റുമൊക്കെ വിശ്വാസികളായ നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. ഈ 2 കുട്ടികൾ കഴിഞ്ഞ് പിന്നെയുള്ളത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന ചരിത്രം പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. നമുക്കറിയാവുന്ന ചരിത്രം. അവിടുത്തെ മാതാവ് മറിയം ബീവി. മറിയം ബീവിക്ക് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അള്ളാഹുവിന്റെ ഇച്ഛാപ്രകാരം ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ ഗർഭവതിയാകുന്നു. പ്രയാസം സഹിച്ച് ആളുകളിൽ നിന്ന് മാറി നിന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞുമായി ആളുകൾക്കിടയിലേക്ക് വരുമ്പോൾ വല്ലാത്ത ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് മഹദിക്ക്. ഈ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്. സൂറത്തു മറിയം 19-ാമത്തെ അധ്യായം. ഈ 19-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള ആയത്തുകളിലൂടെ ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു. തന്റെ കുഞ്ഞിനെയും കൊണ്ട്, പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് തന്റെ ജനതകൾക്കിടയിലേക്ക്, തന്റെ സമൂഹത്തിലേക്ക് വരുന്ന മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഖാലൂ യാ മറിയമു ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ്യാ. വല്ലാത്തൊരു മോശം ഏർപ്പാടുമായിട്ടാണ് കേട്ടോ, വല്ലാത്ത ആക്ഷേപകരമായൊരു കാര്യമായിട്ടാണ് കേട്ടോ മറിയം നീ വന്നിരിക്കുന്നത്. ആളുകൾ ചേർത്ത് പറയുന്നുണ്ട്, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരിയായ മറിയമേ, മാ കാന അബൂകി ഇംറഅ സൗഇൻ, തന്റെ പിതാവ് ഒരു മോശപ്പെട്ട മനുഷ്യനായിരുന്നില്ല. അതേപോലെ തന്നെ ചേർത്ത് പറയുകയാണ്, വമാ കാനത് ഉമ്മുകി ബഗിയ്യാ, മറിയമേ നിന്റെ ഉമ്മയും മോശപ്പെട്ടവളായിരുന്നില്ല, പിന്നെ എന്തേ നീ ഇങ്ങനെ ആയിപ്പോയി? ആളുകൾ വല്ലാത്ത ആക്ഷേപം ഉന്നയിച്ചു. മറിയം ബീവി അതിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ? തന്റെ കയ്യിലുള്ള തൊട്ടിലുള്ള കുട്ടിയിലേക്ക് വിരല് ചൂണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നു. ഫഅശാറത് ഇലൈഹി, തന്റെ കുഞ്ഞിലേക്ക് ഇങ്ങനെ വിരല് ചൂണ്ടുകയാണ്. മറിയം ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും അവർക്ക് കൊടുത്തില്ല. പകരം തന്റെ കുഞ്ഞിലേക്ക് വിരല് ചൂണ്ടുന്ന മറിയം ബീവി. ആ സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഖാലൂ, അവര് ചോദിക്കുകയാണ്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ്യാ, ഈ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് എങ്ങനെയാണ് സംസാരിക്കുക മറിയമേ? അത് ചോദിക്കുന്ന വേളയിൽ ആ തൊട്ടിലിൽ കിടക്കുന്ന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. ഖാല, ആ കുഞ്ഞ് പറയുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാകുന്നു. ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ, എനിക്കവൻ ഇതാ വേദഗ്രന്ഥം നൽകും, എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, എന്നെ ഇതാ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചുവെന്ന് സൂറത്തു മറിയമിന്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്നു പറയുന്നുണ്ട്, എന്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറണമെന്നും
എന്നെ ഭാഗ്യം കെട്ടവനാക്കിയിട്ടില്ല എന്നൊക്കെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതിന്റെ തുടർച്ചയായി കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നത് 34-ാം അധ്യായം വരെ 4 ആയത്തുകൾ കൂടി നമുക്ക് സൂറത്തുൽ മറിയമിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പിന്നീട് സംഭവിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വരുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നബിയായി വരുന്നു. ഇഞ്ചീൽ നൽകപ്പെടുന്നു. ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക്, ശുദ്ധമായ തൗഹീദിലേക്ക്, തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകനായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. പക്ഷെ പിന്നീട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിനു ശേഷം, അവിടുത്തെ മരണത്തിനു ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട കുറച്ചാളുകൾ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിച്ച, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞ, തൊട്ടിലിൽ കിടന്ന് ആദ്യത്തെ സംസാരിക്കുമ്പോഴും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് എന്നാ സമുദായം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഇഞ്ചീലിനെ അവര് കോട്ടിമാറ്റി. അദ്ദേഹത്തിന്റെ സമുദായത്തിന് നൽകിയ വേദഗ്രന്ഥത്തെ കോട്ടിമാറ്റി വികലമാക്കി ചിത്രീകരിച്ചു എന്നു മാത്രമല്ല, വമ്പിച്ച ഗുരുതരമായ ഒരു വാദം ആ സമുദായം പറഞ്ഞു വെക്കുന്നുണ്ട്. അവര് പറഞ്ഞ വാദം എന്തെന്നറിയോ? ഈസ എന്നത് അള്ളാഹുവിന്റെ പുത്രനാണ്, അള്ളാഹുവിന്റെ മകനാണ് ഈസ എന്ന ഗുരുതരമായ വമ്പിച്ച വലിയ കോപത്തോടുകൂടി വിശുദ്ധ ഖുർആനും അള്ളാഹു സുബ്ഹാനഹു വ തആലയും സംസാരിച്ച ഒരു വാദവുമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിനു ശേഷം ചില സമുദായങ്ങൾ കടന്നു വന്നുവെന്ന ഇത്രയധികം രോഷത്തോടുകൂടി, അരിശത്തോടുകൂടി വിശുദ്ധ ഖുർആൻ സംസാരിച്ച മറ്റൊരു വിഷയമില്ല. പർവ്വതങ്ങൾ പൊട്ടിത്തകരുന്നു, ഭൂമി വിണ്ടുകീറുന്നു, അതേപോലെ തന്നെ ആകാശങ്ങൾ ഇങ്ങനെ അത് തകർന്നു വീഴുന്നു, ഉതിർന്നു വീഴുന്നു. ഈ ഒറ്റ കാരണത്താൽ, ഈ ഒരു വാദം കാരണത്താൽ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. സൂറത്തു മറിയമിന്റെ 88 മുതലുള്ള ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഖാലു, അവര് പറയുകയാണ്, ചില ആളുകൾ സംസാരിക്കുകയാണ്, ചില ആളുകൾ വാദിക്കുകയാണ്, ഇത്തഖദർ റഹ്മാനു വലദാ, പരമകാരുണികനിതാ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ചില ആളുകൾ പറയുകയാണ്. അതിന് മറുപടി പടച്ച റബ്ബ് കൊടുക്കുന്നത്, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഇവരീ പറയുന്ന വാചകങ്ങൾ, ഇത് പറയുന്ന ആളുകളെ, കഠിന കഠോരമായ അതീവ ഗൗരവമുള്ള ഘോരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, തകാദുസ് സമാവാതു യതഫത്തർന, ആകാശങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പിളരുന്നു, മിൻഹു വതൻഷഖുൽ അർളു, ഭൂമി അതാ വിണ്ടുകീറുന്നു, വതഖിറുൽ ജിബാല ഹദ്ദാ, ഈ ഒരു വാദം കാരണത്താൽ പർവ്വതങ്ങളതാ പൊട്ടിത്തകരുന്ന അവസ്ഥയുണ്ടാകുന്നു. ആകാശങ്ങൾ പിളരുന്നു, ഭൂമി വിണ്ടുകീറുന്നു, പർവ്വതങ്ങൾ ഇടിഞ്ഞുപൊളിയുന്നു. ഒരൊറ്റ കാരണത്താൽ, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന ഒരു വാദം കാരണത്താൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്തേ കാരണം? പരമകാരുണികന് ഒരു സന്താനമുണ്ടെന്നവർ വാദിച്ച കാരണത്താൽ ആകാശഭൂമികൾ വിണ്ടുകീറി, പർവ്വതങ്ങൾ പൊട്ടിച്ചകരുമാറ് ഗൗരവമായ കാര്യമാണ് അവര് വാദിക്കുന്നത്, അവര് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണികനായിട്ടുള്ളവന് യുക്തമല്ല എന്നുകൂടി വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലൂടെ പറഞ്ഞു വെക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് വേറെ എത്രയോ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്, അല്ലാഹു അതാ ഒരു ആർക്കും ജന്മം നൽകിയിട്ടില്ല, അല്ലാഹു അതാ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. ഈ മനുഷ്യർക്ക് പറയുന്ന ജനനവും മരണവും സന്തതിയാവലും മക്കളുണ്ടാകലൊന്നും പരമകാരുണികനായ പടച്ച റബ്ബിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ വാദിച്ചതു നിമിത്തം ആകാശഭൂമികൾ പൊട്ടിക്കീറി വിണ്ടുകീറി പർവ്വതങ്ങൾ പൊട്ടിച്ചകരുന്ന വാദമാണ് അവരുന്നയിച്ചിരിക്കുന്നത് എന്ന്
വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഇത്രയധികം ഗൗരവത്തോടുകൂടി മറ്റൊരു വിഷയത്തെക്കുറിച്ച് അരിശത്തോടുകൂടി വിശുദ്ധ ഖുർആൻ സമീപിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് വരുമ്പോ അള്ളാഹു ചോദിക്കുന്ന, വിചാരണ ചെയ്യുമെന്നാണ്. എന്ത് വിചാരണ ചെയ്യും? സൂറത്തുൽ മാഇദയിലെ 116-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തെയും ഉത്തരത്തെയും എടുത്തു കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, മറിയമിന്റെ മകനായ ഈസാ, അഅൻത ഖുൽത ലിന്നാസി, ജനങ്ങളോട് പറഞ്ഞത് നീയാണോ? എന്താ പറഞ്ഞത്? ഇത്തഖിദൂനി വ ഉമ്മീ ഇലാഹൈൻ, എന്റെ ഉമ്മയെയും എന്നെയും ഇലാഹായി സ്വീകരിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞത് ഈസാ നീയാണോ? പടച്ചറബ്ബ് ചോദിക്കുമെന്നാണ്. മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ ഒരു ഇലാഹായി തന്റെ ഉമ്മയെയും അതേപോലെ തന്നെ ഈസാ തന്നെയും ആരാധിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുന്ന പരലോകത്ത് വെച്ച്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി, ഖാല സുബ്ഹാനക്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, നീ മഹാപരിശുദ്ധനാണ്. മാ യകൂനു ലീ അൻ നഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ, ഇങ്ങനെ പറയാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത്? എന്നെ ആരാധിക്കണമെന്ന് പറയാൻ എനിക്കെന്ത് അവകാശമാണുള്ളത്? ഇൻ കുൻതു ഖുൽതുഹു, ഞാൻ അപ്രകാരം പറഞ്ഞിരുന്നുവെങ്കിൽ ഫഖദ് അലിംതഹു, റബ്ബേ നീ അത് അറിയുമായിരുന്നല്ലോ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് വെച്ച് പറയുന്ന, തന്നെ ആരാധിക്കുന്ന, തന്റെ ഉമ്മയായ മറിയമിനെ ആരാധിക്കുന്ന വലിയ ഒരു സമുദായം പിന്നീട് ഉണ്ടായി വന്നു എന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴാണ് മനസ്സിലാക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, വഴിപിഴച്ച വമ്പിച്ച അക്രമമായ ഒരു വിശ്വാസമാണിത്, അള്ളാഹുവിന് മക്കളുണ്ടെന്ന വിശ്വാസം. അതുകൊണ്ടല്ലേ ഒരു വിശ്വാസി ആ വഴിപിഴച്ച വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കണം. ഒരു മുഅ്മിനിന് ആ വിശ്വാസമുണ്ടാകാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ആ വിശ്വാസമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് നാം പ്രഖ്യാപിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ സിറാത്തുൽ മുസ്തഖീമിൽ, ചൊവ്വായ മാർഗത്തിൽ, നേരായ നിലപാടിൽ ഞങ്ങളെ നിലനിർത്തേണമേ. എന്നിട്ട് ചേർത്ത് പറയുന്നു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണേ. നീ ഒരു ദിവസം എത്ര തവണയാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്? അതിനോട് ചേർത്തു പറയുന്നു, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹു കോപിച്ച ചില ആളുകളുണ്ട്, അതേപോലെ തന്നെ വഴിപിഴച്ചു പോയ ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ. നെഞ്ചത്തു കൈകെട്ടി നമ്മൾ പടച്ച റബ്ബിനോട് ഒരു ദിവസം ചുരുങ്ങിയത് 17 തവണ നമ്മൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. ഇതിൽ പറഞ്ഞ അള്ളാഹു കോപിച്ച ആളുകൾ ആരാണ്? യഹൂദികളെ പറ്റിയാണ് അള്ളാഹു കോപിച്ചവർ എന്ന് പറഞ്ഞത്. വലദ്ദാല്ലീൻ, വഴിപിഴച്ചുപോയവർ എന്നാരെ കുറിച്ചാ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹുവിന്റെ പുത്രനായി കാണുകയും ആ പുത്രനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മയെ, ആ ഉമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ വാദവും കൊണ്ട് നടക്കുന്ന നസോറാക്കളെ കുറിച്ചാണ് വലദ്ദാല്ലീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം ആവർത്തിച്ച് റബ്ബിനോട് പറയുന്നത്, ഈ വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. പടച്ച റബ്ബേ, ഈ അതേപോലെ തന്നെ പടച്ച റബ്ബ് കോപിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പടച്ച റബ്ബ് അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് ആവർത്തിച്ച് പടച്ച റബ്ബിനോട് പ്രഖ്യാപിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. ഇനി നമ്മുടെ ചില സാഹചര്യങ്ങളിലേക്ക് വരാം. ഒരുപാട് നാനാ മതങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ നാം ജീവിക്കുമ്പോൾ ഇതേ വാദവുമായുള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടാവാം, നമ്മുടെ പരിചയത്തിലുണ്ടാവാം, നമ്മുടെ പരിസരങ്ങളിലുണ്ടാവാം, നമ്മുടെ നാട്ടിലുണ്ടാവാം. അവർക്ക് ഈ വിശ്വാസത്തിന്റെ പേരിൽ
അവരുടേതായ ആഘോഷങ്ങളും ആചാരങ്ങളും ഉണ്ടായേക്കാം. ഇവിടെ ഒരു വിശ്വാസിയുടെ നിലപാടെന്താ? ഒരു വിശ്വാസിയുടെ നിലപാടെന്തായിരിക്കണം? കൃത്യമായി ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ വിശ്വാസം എന്തായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അതിനപ്പുറത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലക്ക് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന, വിഘാതം നിൽക്കുന്ന, തടസ്സം നിൽക്കുന്ന ഒരു വിശ്വാസവും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ സമുദായത്തിൽ, സമൂഹങ്ങളിൽ നടക്കുന്നതെന്താ? എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒരു ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അത് അവരുടെ വിശ്വാസമായാലും ശരി, അവരുടെ ആചാരമായാലും ശരി, അവരുടെ മതപരമായ കാര്യങ്ങളായാലും ശരി, അതൊക്കെ ചേർത്ത് വെച്ച് ഒരു സൗഹാർദ്ദമെന്ന പേരുണ്ടാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ നിലപാട് ഇതിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. അവിടുന്ന് പറയുന്നു, ലതത്തബിഉന്ന സനന മൻ ഖബലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ നിങ്ങൾ പിന്തുടരുന്നൊരു കാലം വരാനുണ്ട്. എന്നിട്ട് പറയുന്നു, ശിബിറം ബിശിബിരിൻ വദിറാഅം ബിദിറാഇൻ, അവരെ മുഴത്തിന് മുഴമായി, ചാണിനു ചാണായി അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ കൊടുക്കുന്നുണ്ട്. ഹത്താ ലൗ സലകു ജുഹറ ലബ്ബിൻ, ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ കയറിപ്പോയാലും ശരി. ഉടുമ്പിന്റെ മാളമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ചൊരു ഉപമയാണ്. ഉടുമ്പിന്റെ മാളത്തെ കുറിച്ച് പോലും പരിശോധിച്ചു നോക്കൂ. വളരെ സങ്കീർണമായി, വളരെ ഇടുക്കമുള്ള, വളരെ സങ്കീർണമായ രൂപത്തിലാണ് ഉടുമ്പ് മാളമുണ്ടാക്കുക. ഒരു അങ്ങനെ സങ്കീർണതയിലേക്ക് അവർ കടന്നു ചെന്നാലും, അവരെ പിന്തുടർന്നുകൊണ്ട് പ്രയാസപ്പെട്ടായാലും അവരെ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങൾ എന്ന് സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടി പറയുമ്പോ ആ സ്വഹാബാക്കൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസ്വാറ, നസ്വാറാക്കളെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? യഹൂദികളെ പോലെ ഞങ്ങൾ ആകുമെന്നാണോ അങ്ങ് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ഫമൻ, അവരെ അല്ലാതെ പിന്നെ ആരാ? അവരെ നിങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അവരെന്ത് ചെയ്യുന്നുവോ അതേപോലെ നിങ്ങൾ പിന്തുടരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത് ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സുഹീഹുൽ ബുഖാരിയിലുണ്ട്, സുഹീഹ് മുസ്ലിമിലും നമുക്ക് ഈ ഹദീസിനെ കുറിച്ച് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത മതങ്ങളുടെ ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്, അവരുടെ മതപരമായ ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കൊരു ജാരസന്തതിയാണ്, മോശപ്പെട്ട രൂപത്തിൽ പിറന്ന മകനായി അവർ കാണുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എന്താ? അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ്. ബനൂ ഇസ്രായേലിലേക്ക് അയച്ച ഒരു പ്രവാചകനായിട്ടാണ് വിശ്വാസികൾ, മുസ്ലിങ്ങൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്നത്. ഇനി നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന വാദം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പർവ്വതങ്ങൾ പൊട്ടിക്കീറുമാറ്, അതേപോലെ വാനലോകം തകർന്നു വീഴുമാറ്, ഭൂമി വിണ്ടുകീറുമാറ് വമ്പിച്ച വാദമാണെന്ന് പറയുമ്പോൾ, ആ വാദത്തിന്റെ പേരിൽ നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ ഇതര മതത്തിലുള്ള ആളുകൾ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്നതു തന്നെയാണ്. ഒരു വിശ്വാസിക്കതിൽ കഴിയില്ല. ആ ആഘോഷത്തിന്റെ, അവരുടെ ആചാരത്തിന്റെ ചില അടയാളങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ ആശംസ പറയാൻ കഴിയുമോ? പാടില്ല. എന്ത് ആശംസയാണ് നമ്മൾ പറയുക? അതിൽ സന്തോഷമുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനൊരു പുത്രൻ ജനിച്ചതിന്റെ പേരിൽ സന്തോഷമുണ്ടാവട്ടെ എന്ന് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ആശംസിക്കാൻ കഴിയുക? വിശുദ്ധ ഖുർആൻ ഇത്രയധികം താക്കീതോടുകൂടി സംസാരിച്ച വിഷയം, ഈ പറഞ്ഞതിനർത്ഥം ഇതര മതസ്ഥരോട് സഹകരിക്കരുത് എന്നല്ല, അവരോട് സൗഹാർദ്ദമുണ്ടാകരുത് എന്നല്ല, അവരോട് സഹകരിക്കരുത് എന്നല്ല, അവരോടൊരുമിച്ച് ബിസിനസ് ചെയ്യരുത് എന്നല്ല. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, അവരുടെ മതവിശ്വാസങ്ങളെ നാം അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കേണ്ടതില്ല. നമ്മുടെ മതവിശ്വാസങ്ങളിലേക്കും അവരെ കൈപിടിച്ചു കൊണ്ടുവരേണ്ടതില്ല. നീ എന്റെ സുഹൃത്തല്ലേ, അതുകൊണ്ട് വെള്ളിയാഴ്ച നീ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞ് അവന്റെ കൈപിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടതില്ല. അവനെ കൈപിടിച്ച് നമസ്കരിപ്പിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അവരുടേതായ ആചാരങ്ങളിലേക്കോ
മതവിഷയത്തിലേക്കോ നാം ഇടപെടലല്ല മതേതരത്വം എന്നുകൂടി നാം ഇതിന്റെ കൂടെ ചേർത്തു മനസ്സിലാക്കേണ്ടതുണ്ട്. തീർത്ഥാടനത്തിന് പോകുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് ചിലപ്പോ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത സാഹചര്യം ഉണ്ടാവും. നാം അവനെ കുറ്റം പറയാറില്ല. അതവന്റെ വിശ്വാസമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന വിശ്വാസത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ ചിന്തിച്ചു പോയേക്കാം, ഇതിങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഖുത്ബയിലൂടെ ഇതൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ഖുത്ബയിലല്ലാതെ എവിടെയാണ് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയുക? അള്ളാഹുവിനൊരു പുത്രനുണ്ടായി. ആ പുത്രനുണ്ടായ ദിവസത്തിന്റെ പേരിൽ സന്തോഷിക്കുന്ന ആളുകൾ അവര് സന്തോഷിച്ചോട്ടെ, അവരെ ചീത്ത പറയേണ്ടതില്ല, അവരുടെ ആഘോഷത്തെ എതിർത്തു സംസാരിക്കേണ്ടതില്ല. പക്ഷേ ഒരു വിശ്വാസി അവിടെ കടന്നു ചെന്ന് അതിൽ സന്തോഷിക്കുന്നത് ഗൗരവമാണ്. അതിന്റെ പേരിൽ ഒരു സ്റ്റാർ തൂക്കിയാൽ പൊളിഞ്ഞു പോകുന്നതാണോ ദീൻ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു മെസ്സേജ് ഹാപ്പി എന്ന് പറഞ്ഞ് അയച്ചാൽ തീരുന്നതാണോ എന്റെ ദീൻ? എങ്കിൽ തീർന്നു പോട്ടെ എന്ന നിലപാടുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഒരു വിശ്വാസിക്ക് അത് ചേർന്നതല്ല. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ചരിത്ര ശകലങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 നോമ്പെടുക്കുന്ന സന്ദർഭം നമുക്കറിയാം. നോമ്പെടുക്കും എന്ന് പറഞ്ഞ സന്ദർഭം, മുഹറം 10 നോമ്പെടുത്തപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ, ഇതൊക്കെ യഹൂദികൾ അവരുടെ ഒരു ആരാധനയായി കാണുന്ന, അവർക്കും ഇന്ന് നോമ്പുണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അതിനോടൊരു വിപരീതമാകാൻ വരും വർഷം മുഹറം 9 ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ. ഇതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഒരു ജൂത സ്ത്രീ തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും വലദ്ദാലീൻ എന്ന് പറയുന്ന ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ് അവരിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഒരു ജൂതന്റെ മയ്യിത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. സ്വഹാബാക്കൾ ചോദിച്ചു, ജൂതന്റെ മയ്യിത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊരു മനുഷ്യന്റെ മയ്യിത്താണെന്ന് പറഞ്ഞ് മാനവലോകത്തിന് ഇതര മത സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മീശയുടെ വിഷയത്തിൽ, താടിയുടെ വിഷയത്തിൽ, ചില വസ്ത്രത്തിന്റെ നിറത്തിൽ പോലും നിങ്ങൾ എതിരാവണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയെങ്കി തന്റെ അയൽക്കാരനായ ജൂതന്റെ വീട്ടിൽ കേവലം ഒരു മുദ്ദു ഗോതമ്പിന് ഭക്ഷ്യധാന്യത്തിനു വേണ്ടി പണയം കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃക എന്ന് പറഞ്ഞാൽ. നന്മയുടെ വിഷയത്തിൽ മാതൃകയാക്കണം. അല്ലെങ്കിൽ അവരോടുമായി, ഇതര മതങ്ങളോടുമായി എല്ലാ സൗഹാർദ്ദവും നമുക്ക് പുലർത്താം. അവരുടെ വീടുകളിൽ കല്യാണമുണ്ടാവാം, അവരുടെ മറ്റു ചടങ്ങുകൾ ഉണ്ടാവാം, മതപരമല്ലാത്ത എല്ലാ ചടങ്ങുകളിലും നമുക്ക് ചെല്ലാം, ഒരു പ്രശ്നവുമില്ല. അവർ രോഗിയാവാം, അവരെ നമ്മൾ സന്ദർശിക്കാം, അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാൻ, കടം കൊടുക്കാം, ഒക്കെ കഴിയും. മതപരമായ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാം. ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ചിലപ്പോ മദ്യത്തിന്റെ അംശമൊക്കെ കലർത്തിയ ചില ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ചിലപ്പോ നമുക്ക് കൊണ്ടുവന്ന് തരൂല. എന്നാൽ അതേപോലെ തന്നെ അത് അവർക്ക് മനസ്സിലായതുപോലെ തന്നെ നമ്മുടെ ഇതര മത സമൂഹങ്ങളിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവണം, ഞങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ എന്റെ ഇന്ന കൂട്ടുകാരൻ മുസ്ലിം സുഹൃത്ത് വരില്ല എന്ന നിലപാടാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ. നന്മയുടെ വിഷയത്തിൽ പരസ്പരം നമുക്ക് എല്ലാ സഹകരണങ്ങളും നമുക്കുണ്ടാവണമെന്നാണ്. അതേപോലെ തന്നെ ദീന് പണയപ്പെടുത്തിയൊരു സൗഹാർദ്ദം നമുക്കുണ്ടാകാൻ പാടില്ല. ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും അത് നടക്കും. എല്ലാ മതത്തിന്റെ ആചാരങ്ങളിലും പോയി നമ്മുടെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിലെ ഒരു പറ്റം ആളുകൾ ആഘോഷിക്കുമ്പോൾ പോലും അതിൽ പങ്കുകൊള്ളാറില്ല. പക്ഷേ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവത്തിന്റെ മകനാണ് എന്ന് പറഞ്ഞ് അതിൽ ആശംസ പറയുമ്പോൾ, അതിന് ആശംസ പറയാനും സന്തോഷിക്കാനും സ്റ്റാർ തൂക്കാനും അതിന്റെ കൂടെ പോകാനും അതിൽ കൃത്യമായി ഇടപെട്ട് എല്ലാ ആഘോഷങ്ങളെയും നെഞ്ചോട് ചേർക്കാൻ വിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരെ ഉത്ബോധനം നൽകാൻ, അരുതെന്ന് പറയാൻ, മതവിഷയങ്ങളിൽ മാറി നിന്ന്
ബാക്കി ദുനിയാവിന്റെ വിഷയത്തിൽ സഹകരിക്കണമെന്ന് ഉറക്കെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന നിലപാടിൽ നിന്ന് കാലഘട്ടം മാറുമ്പോൾ നാം മാറേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.